ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ ഒരു സ്ലൈഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഫസ്റ്റ് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ A4 ഷീറ്റ് ആണെങ്കിൽ നമ്മൾ സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാൻ എത്ര മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഞാനിവിടെ ഫസ്റ്റ് കാണിച്ചതുപോലത്തെ ഒരു സെയിം ഒരു മെഷർമെൻറ്റാണ് എടുക്കുന്നത്, കറക്റ്റല്ല. എന്നിട്ടിതാ ഞാൻ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു നൈഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരു ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിങ്ക് അങ്ങനത്തെ കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് തോന്നിയത് നമ്മളുടെ ഗ്രീനായിരുന്നു. ഞാൻ ഗ്രീന് ഫുള്ളായിട്ടൊന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടാപ്പ് ഒടിച്ചു കൊടുക്കാം. ഞാൻ ഇത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസുലേഷൻ ടാപ്പും കൊണ്ട് ഉണ്ടാക്കുന്നത്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട്. എൻ്റേത് ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ഒട്ടിപ്പോയിരുന്നു. ഞാനത് ശരിയാക്കിയിട്ട് പിന്നെയും ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതാ എല്ലായിടത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്കൊന്നത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്താ അറിയില്ല, അപ്പോൾ ഒരു പഴത്തിനോട് ഒന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡ് കുറച്ച് രസം ഉണ്ടാകുമെന്ന് തോന്നി ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ച് പിന്നെ ലിപ്സാണ് കരുതിയത്. നമ്മളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് എഴുതി നോക്കിയാലോ? ഇപ്പം ഞാനിതാ എഴുതി നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് എഴുതുന്നത്, ചിന്നൂസ് ഡയറി വ്ളോഗ്. ഇനി നമുക്ക് ഇതൊന്ന് മായ്ച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സ്ലൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്.